നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ച അവധി ദിവസമായിട്ട് എല്ലാവരും എന്നാ പറയുന്നത്, ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ ആണെങ്കിൽ നോമ്പിലേക്ക് കിടക്കാൻ പോകുന്നു. ഇന്ന് പേത്രത്തായാണ്. മുസ്ലിംസും എല്ലാവരും നോമ്പിലേക്ക് കിടക്കാൻ പോകുന്നു. അത് കഴിയുമ്പോൾ ഇപ്പം നോമ്പിൻ്റെ സമയം എന്ന് പറയുമ്പോൾ നമുക്കൊരു വരണ്ട കാലം എന്നൊക്കെ പറയാം അല്ലേ. അത് കഴിയുമ്പോഴത്തേനും വസന്തകാലം വരും അല്ലേ. അപ്പോൾ സൺഡേയോ ആണ്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന ഫെസ്റ്റിവൽ സീസണിനെ മുൻനിർത്തി നമ്മൾ കുറച്ച് എന്നും കാണിക്കുന്നതിന് വ്യത്യസ്തമായി കുറച്ച് ഫങ്ഷൻ വെയർ ബ്ലൗസ് കാണിക്കാം. പക്ക ഫങ്ഷൻ വെയറാണ്. ഒരു സിൽക്കി മെറ്റീരിയൽ തീർത്തിരിക്കുന്നതാണ്. ഇതാണ് ബ്ലൗസ്. കണ്ടോ, ഈ ബ്ലൗസ് ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ ഇല്ലേ, ഒരു XXL സൈസ് വരെയുള്ളവർക്ക് ഇടാം. കാരണം ഇത് കണ്ടാൽ സൈസ് അത്രയും തോന്നത്തില്ല. പക്ഷെ നിങ്ങൾ നോക്ക്, ഇതിന് ഇത്രയും ബാലൻസ് ഉണ്ട്. ഒരു സൈഡിൽ തന്നെ ഒരു 2-2.5 സെൻറ്റിമീറ്റർ കൂട്ടാവുന്ന അത്രയും ബാലൻസ് ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലും അത്രയും ഉണ്ട്. 2-2.5 സെൻറ്റിമീറ്റർ അല്ല, ഇഞ്ച് കൂട്ടാവുന്ന അത്രയും ബാലൻസ് ഉണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു 4 ഇഞ്ച് വണ്ണം ഇതിന് കൂട്ടാൻ പറ്റും. അപ്പം XXL അല്ല, അതിൽ കൂടുതലുള്ളവർക്കും ഇടാം. പക്ഷെ ഞാൻ XXL പറയുന്നുള്ളൂ. ഇപ്പോൾ XXL ആണെങ്കിൽ ഒരു ഭയങ്കര ബോഡി ഷേപ്പിൽ വ്യത്യാസമുണ്ട്. കയ്യിലും ചെസ്റ്റ് സൈസിലും ഷോൾഡറിൻ്റെ സൈസിലും വിരിവിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് സൈസിൽ തീർത്തിരിക്കുന്നതാണ്. ഫ്രീ സൈസാണ്. ഒറ്റ സൈസേ ഇതുള്ളൂ. വേറെ വേറെ പല ഓരോരുത്തർക്കും 38, 40, 42 അങ്ങനെയില്ല. ഒറ്റ സൈസേ ഇതുള്ളൂ. നമ്മളുടെ കുർത്തി നമ്മൾ വാങ്ങിച്ചിട്ട് ഓൾട്ടർ ചെയ്യുന്ന പോലെ ഓൾട്ടർ ചെയ്യണം. പക്ഷേ ഷോൾഡറിനൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വ്യത്യാസങ്ങളൊന്നും വരത്തില്ല. സ്ലീവ്ലെസ് ആയിട്ടുണ്ടവർക്ക് സ്ലീവ്ലെസ് ആയിട്ടിടാം. നല്ല പാർട്ടി വെയർ ബ്ലൗസാണ്. അതോടൊപ്പം തന്നെ ഇത് ചെയ്തിരിക്കുന്നത് അത്രയും പെർഫെക്റ്റ് ഫിനിഷിങ്ങിനാണ്. 700-800 രൂപ കൊടുത്ത് ഏറ്റവും എനിക്ക് തോന്നുന്നു ബ്ലൗസിന് നല്ല റേറ്റ് ഉണ്ട്. ബ്ലൗസ് തയ്ക്കുന്നതിന് പ്രത്യേകിച്ചും പ്രിൻസസ് കട്ട് പാഡഡ് ഒക്കെ ആയിട്ടുള്ള ബ്ലൗസ് തയ്ക്കുന്നതിന് നല്ല റേറ്റ് ഉണ്ട്. 1000 എബവ് മേടിക്കുന്നതോടെ ഇത്രയും പാർട്ടി വെയർ ബ്ലൗസ് തയ്ക്കുന്നതിന്. അപ്പോൾ ഇതിന് 699 അല്ലേ, ആണോ? 699 ആണെന്നാണ് തോന്നുന്നത്. സ്ക്രീനിലുണ്ട് റേറ്റ്. പിന്നെ ഇത്രയും പെർഫെക്ഷനോട് കൂടി തയ്ച്ചിരിക്കുന്ന, പിന്നെ ഇത് സ്ലീവ്ലെസ് അല്ലാതെ ഇടേണ്ടവർക്ക് 3/4 സ്ലീവ് ഇതിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 3/4 സ്ലീവ് ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? അത് ചെയ്ത് പിടിപ്പിക്കാം. സ്ലീവ്ലെസ് ഇടുവാണെങ്കിൽ നല്ല. നിങ്ങൾക്കൊരു ബനാറസി സാരി ഉണ്ട്, നിങ്ങൾക്കൊരു സിൽക്ക് സാരി ഉണ്ട്, നിങ്ങൾക്കൊരു കാഞ്ചീപുരം സാരി ഉണ്ട്. അങ്ങനത്തെ ഏത് സാരിക്കും നല്ലതാണ്. അപ്പോൾ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഒരു റിഡക്ഷൻ സെയിൽ ഈ ആഴ്ച അവസാനം കാണിക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ റോ സിൽക്കിൻ്റെ ഒക്കെ സാരീസ്. അതിനൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഒരു കറുത്ത ബ്ലൗസ് എടുത്ത് വെച്ചിട്ട് നോക്കി. അതിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ കറുപ്പാണ്. എന്നിട്ട് നല്ല വീതിയിൽ ഈ ഒരു ബോർഡർ, ഒരു സിൽവർ ഒരു കോപ്പർ വരുന്ന ബോർഡർ വന്നിരിക്കുക. അങ്ങനത്തെ സാരിക്കൊക്കെ നല്ല, പിന്നെ ബനാറസി സാരികൾക്ക് ഒക്കെ നല്ല ബ്ലൗസാണ്. പിന്നെ ബാക്ക് ഓപ്പൺ ആണ് ഇത്. കണ്ടോ, ബാക്ക് ഓപ്പൺ എന്ന് പറഞ്ഞാൽ കണ്ടമാനം കഴുത്ത് വെട്ടി ഇറങ്ങിയൊന്നുമല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിലത്തെ നെക്കിരിക്കുന്നത്. പിന്നെ ഓരോന്നിൻ്റെ ഇഞ്ചും മണ്ണും നീളം പൊക്കവും ഒന്നും ചോദിക്കരുത്. നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് സൈസിൽ ഇടാൻ പറ്റുന്ന രീതിക്കുള്ള, അതായത് ഇപ്പോൾ 10 പേരെ എടുത്താൽ 6 പേർക്ക് എങ്ങനെ ഓക്കെ ആകും ആ രീതിക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ പാഡ് വേണ്ട എന്നുള്ളൊരു ഇവിടെ സൈഡല്ലേ നമ്മൾ ഓൾട്ടർ ചെയ്യാനായിട്ട്, ചിലർക്ക് ഓൾട്ടർ ചെയ്യാൻ തന്നെ കറക്റ്റായിരിക്കും. ഒത്തിരി പേര് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓൾട്ടർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇത്രയും ഓൾട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നു, കൈ പിടിപ്പിക്കണമെങ്കിൽ കൈ പിടിപ്പിക്കുന്നു. നമ്മൾ കുർത്തി എടുക്കത്തില്ലേ, അതുപോലെ തന്നെ. അപ്പം ഈ ഓൾട്ടർ ചെയ്യാനായിട്ട് അഴിക്കുമ്പോൾ അതിനകത്ത് നിന്ന് പാഡങ്ങ് എടുത്ത് കളഞ്ഞു വെച്ചാൽ മതി. പ്രിൻസസ് കട്ടാണ് ആദ്യത്തെ കളർ. ഇത് മെറൂൺ. എന്നിട്ട് ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്. അത് വേണ്ട എങ്കിൽ പാർട്ടി വെയർ ആയതുകൊണ്ട് അതൊരു ഭംഗിയാണ്. ഓരോരുത്തരുടെ ഏജും ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലും ഓരോരുത്തരുടെ കാഴ്ചപ്പാടും ഒക്കെ അനുസരിച്ച് അത് വേണമെങ്കിൽ വെക്കാം. വേണ്ടെങ്കിൽ ഇവിടുന്ന് ഇത് ചേർത്തങ്ങ് കട്ട് ചെയ്യേണ്ട, അഴിക്കുക പോലും വേണ്ട, ചേർത്തങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇവിടം വെച്ചും കട്ട് ചെയ്ത് കളഞ്ഞു വെച്ചാൽ മതി. നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ഒരു സിൽക്ക് മെറ്റീരിയലാണ്. എന്നിട്ട് ഇതേ കൂടെ ഈ ഒരു വർക്ക് ഇങ്ങനെ ചെയ്ത് പിടിപ്പിച്ചിരിക്കുക. കണ്ടോ, ഇത് മൊത്തം ചെയ്ത് പിടിപ്പിച്ചിരിക്കുക. നിങ്ങൾ ഇങ്ങനത്തെ ബ്ലൗസ് ഒരെണ്ണം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നു ഒരു 2000 രൂപ അടുത്താവും. സത്യമായിട്ടും പറയാം, ചുമ്മാ പറയല്ല. ബ്ലൗസിൻ്റെ തുണി, സ്റ്റിച്ചിങ് ചാർജ്, പാട് വെച്ചിട്ടുള്ള സ്റ്റിച്ചിങ് ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് നോക്കുകയാണ്. പിന്നെ പെൺകുട്ടികൾക്ക് ടോപ്പിന് സ്കേർട്ടിന് ക്രോപ്പ് ടോപ്പായിട്ടും ഇടാം. ഇത് നല്ല പേസ്റ്റൽ ഷെയ്ഡാണ്. നല്ല ഒരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്. കറക്റ്റ് കളറാണോ കിട്ടുന്നത്? നല്ല സൂപ്പറാണോ? കണ്ടാൽ സൂപ്പറാണ്. അത് ഡയറക്റ്റ് കണ്ടാൽ സൂപ്പറാണ്. ആർക്കും ഇഷ്ടപ്പെടും. നല്ല ഇങ്ങനെ ഒരു ആലില പോലത്തെ ഒരു നെക്കാണ്. നെക്കൊന്നും ഒട്ടും എന്നാ പറയുന്നത്, നല്ലൊരു ഫോമിലാണ് തയ്ച്ചിരിക്കുന്നത്. ബാക്ക് നെക്ക് ഇങ്ങനെ ഇരിക്കും ബാക്ക് നെക്ക്. അടുത്തത് ലാവൻഡർ.
ഇത് നമ്മുടെ വിഷുവിനൊക്കെ കേരള സാരിക്കും ഒക്കെ ഇടാൻ നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് സിൽക്ക് സാരിയോ അല്ലെങ്കിൽ ഈവൻ വിചിത്ര സിൽക്കില്ലേ, വിചിത്ര സിൽക്കിൻ്റെ സാരികൾക്ക് പോലും പാർട്ടി ഇത് ഒരെണ്ണം എടുത്ത് ഈ ഒരു ബ്ലൗസും വിചിത്ര സിൽക്കിൻ്റെ ഒരു സാരിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഒന്നാന്തരം ഫംഗ്ഷൻ വെയർ ആക്കാം. വിചിത്ര സിൽക്കിന് ഒരു സിൽക്കി സ്റ്റഫാണല്ലോ. എന്നിട്ട് ഇത് ബ്ലൗസ് കയ്യിലിട്ട് കഴിയുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും കിട്ടുന്നത്. ബ്ലൗസിനെ പറ്റി എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഇതിൽ കൂടുതൽ പറയാനില്ല. ബാക്ക് ഇതുണ്ടോ, ബാക്കിലാണ് ഇതിൻ്റെ ഓപ്പൺ എന്നൊന്നും പറയുന്നത്. ഇതുണ്ടോ, ഇങ്ങനെ ഒരു സാധനം തിരിച്ചറിയത്ത് പോലും ഇല്ലാത്ത രീതിക്ക് അത്രയ്ക്ക് പെർഫെക്റ്റ് ഫിനിഷിങ്ങോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അയ്യോ ബാക്ക് ഓപ്പൺ ആണെന്ന് പറഞ്ഞ് ഇടാതൊന്നും ഇരിക്കണ്ട, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ബാക്ക് ഓപ്പൺ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഷേപ്പായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ചിലർക്കത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളങ്ങനെ പറയാൻ നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അവനവൻ്റെ സംതൃപ്തിയല്ലേ പ്രധാനം. ഇത് കണ്ടോ, പ്രിൻസസ് കട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരാകുമ്പോൾ കറക്റ്റ് അറിയാം ഇങ്ങനെ പ്രിൻസസ് കട്ട് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ കളർ ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഒരു ഡബിൾ ഷെയ്ഡാണ്. ഇതുണ്ട്, ഇവിടുത്തെ ഒരു ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്, പിന്നെ ഒരു സൈസ് കോപ്പർ മിക്സ് ആയിട്ടുള്ള ഒരു ടീൽ ബ്ലൂവിൻ്റെ ഷെയ്ഡ്, അങ്ങനെ ഒരു നല്ലൊരു പേസ്റ്റൽ കളർ. പച്ച, നല്ലൊരു ഒലീവ് ഗ്രീൻ്റെ ഒക്കെ ഡാർക്ക് പച്ച, നമ്മൾ ചാണക പച്ച എന്നൊക്കെ പറയല്ലേ നാട്ടുമ്പുറത്തേക്ക്, അങ്ങനെയുള്ള ഒരു പച്ച കളർ. ഇനി ബ്ലാക്ക്. ബ്ലാക്കിലാണ് ഞാൻ ഇതാ എടുത്ത് വെച്ച് നോക്കിയെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ അടുത്ത ദിവസം റോസ് സിൽക്കിൻ്റെ സാരി റിഡക്ഷൻ സെയിലിൽ കാണിക്കുമ്പോൾ ആ സാരി കാണിക്കുമ്പോൾ ഈ ബ്ലൗസ് ഇവിടെ അന്നേരം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതും കൂടെ വെച്ച് നോക്കിയിട്ട് കേട്ടോ. എന്നാ രസമാണോ അതിൻ്റെ ബ്ലൗസ് ഇട്ടാൽ ഇത്രയും ഭംഗി വരുമെന്ന് തോന്നുന്നില്ല. കാരണം കയ്യേലും കൂടെ വന്നിട്ട് ഇങ്ങനെ ഒരു ഇത് വന്നു കഴിയുമ്പോഴത്തേന് ഇത്രയും കയറിയൊന്നുമല്ല കേട്ടോ ഇരിക്കുന്നത്. കയ്യേലും കൂടെ ഈ ഒരു ഇവിടം വരെ ഈ ഒരു വർക്കൊക്കെ ആയിട്ട് വരുമ്പോഴേ നല്ല ഭംഗിയാണ്. പിന്നെ നിങ്ങളൊന്ന് ഓർക്കുക, ഇപ്പം സ്റ്റിച്ചിങ് ചാർജ് തന്നെ ബ്ലൗസ് 700 രൂപ 800 രൂപ, ഞങ്ങളുടെ ഇവിടെയൊക്കെ 700 രൂപയൊക്കെയാണ് ബ്ലൗസ് തയ്ക്കുന്നതിന്. കാരണം അത്രയും ഭായിമാരാണ് തയ്ക്കുന്നത്. അവർക്ക് ഡെയിലി നമ്മൾ കൊടുക്കുന്ന അത്രയും റേറ്റുള്ള എന്നാ പറയുന്നത്, അത്രയും വിലയുള്ള ഭായിസമാരാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് XXL അല്ല, XXL വരെയുള്ളവർക്ക് പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ XXLന് മേളിലുള്ളവർക്ക് എന്നാലും ഞാൻ XXLനെ പറയുന്നുള്ളൂ. XXLന് മേളിലുള്ളവർക്ക് പറ്റും. ഇതുണ്ട്, ഇത്രയും ബാലൻസ് ഉണ്ട്. ഒരു 4XL വരെയുള്ളവർക്ക് പറ്റും, പക്ഷെ ഞാനത് പറയുന്നില്ല. നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ എടുത്തോ. ഓവറായിട്ട് അങ്ങ് ഭയങ്കര ചിലർക്കൊക്കെ ഇവിടെയൊക്കെ ഒത്തിരി ഫ്ലാപ്പ് അങ്ങനെയൊക്കെ വന്ന് ഭയങ്കര ബോഡി ഭയങ്കര ഒത്തിരി ഇതായിട്ടാണെങ്കിൽ എടുക്കണ്ട. ഒരു നോർമൽ ഒരു കുർത്തി ഇടുന്നു ഉള്ളൂ, അങ്ങനെയുള്ളൂ. കൈക്കൊക്കെ ഓവറായിട്ട് വണ്ണമില്ല, നോർമലാണെങ്കിൽ കുഴപ്പമില്ല. XXL വരെയുള്ളവർക്ക് എടുക്കാം. XXL വരെ എന്ന് പറയും XXLകാർക്ക് മാത്രം. മീഡിയം, ലാർജ്, XL, XXL, XXL ഇത്രയും ഇതുള്ളവർക്ക് ഇതെടുക്കാം, ഈ ബ്ലൗസ് എടുക്കാം. എന്നിട്ട് ഇത് കണ്ടോ, ഷോൾഡർ ഇത്രയേ ഉള്ളൂ. ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് അളവിൽ നമ്മുടെ കിട്ടും. ഷോൾഡർ ഇറങ്ങി പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അയ്യോ XXL അല്ലോ ബ്ലൗസ് അല്ലേ, ഞാൻ മീഡിയം സൈസേ ഉള്ളൂ, ഞാനിത് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചാൽ ഇവിടെ ഷേപ്പ് ചെയ്താൽ മാത്രം മതി. ഇവിടെ അടിച്ചു കൊടുത്താൽ റിഗാൾ ചെറുതാക്കി കൊടുത്തിട്ട് ഇവിടെ ഇത് കൊടുത്താൽ മാത്രം മതി. പിന്നെ അതിനകത്ത് ഇത് കണ്ടോ 3/4 സ്ലീവ് ഉണ്ട്. പ്യുവർ മൊഡാളാണ്, അല്ലാതെ സെമി മൊഡാളല്ല. പ്യുവർ മൊഡാൾ സിൽക്ക് വെച്ച് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. പ്രിൻസസ് കട്ടാണ്, ബാക്ക് ഓപ്പൺ ആണ്, നല്ല രസമാണ് ഇടാൻ. പിന്നെ ഈ ഒരു പ്രിൻ്റേ ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ സ്റ്റോക്കുള്ള ഒരൊറ്റ പ്രിൻ്റേ കാണിക്കുന്നുള്ളൂ. ഓൺലൈനിൽ വേറെ പ്രിൻറ്റിന് സെയിൽ ഇല്ല. ബാക്ക് ഓപ്പൺ കേട്ടോ. അപ്പോൾ ഈ ബ്ലൗസിനെ പറ്റി ഒരിക്കൽ കൂടെ പറയാം. ഇതിന് വില റേറ്റ് വ്യത്യാസമുണ്ട്. ഇത് പ്യുവർ മൊഡാളിൻ്റെ സ്റ്റഫാണ്. സ്പ്രേ ഒക്കെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഡയറക്റ്റ് കയറി സ്പ്രേ അടിക്കരുത്. ബോഡിയിൽ അടിക്കാവുന്ന സ്പ്രേ ആ ബ്ലൗസ് ഇടുമ്പോൾ അടിക്കാവുള്ളൂ. മൊഡാള് അത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ്, നാച്ചുറൽ ഡൈയിങ് ഒക്കെയാണ്. പ്യുവർ മൊഡാളാണ്. അത് നമ്മൾ 900-1000 രൂപ കൊടുത്ത് മീറ്ററിന് മേടിക്കുന്ന മെറ്റീരിയലാണത്. പിന്നെ ഞാൻ ഈ ബ്ലൗസിനെ പറ്റി ഒന്നുകൂടെ പറയാം. ഇത് മീഡിയം, സ്മോള്, മീഡിയം, ലാർജ്, XL, XXL, XXL. ഈ ബ്ലൗസ് വേണമെങ്കിൽ 4XL വരെയുള്ളവർക്ക് പറ്റും. വേണമെങ്കിലേ പറഞ്ഞിട്ടുള്ളൂ. സ്മോളുകാർ വേണേലും എടുത്തോ, ലാർജ് ആര് വേണേലും എടുത്തോ. ഫ്രീ സൈസാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. റിട്ടേൺ, എക്സ്ചേഞ്ച്, റീഫണ്ട്, ക്യാൻസലേഷൻ ഒന്നുമില്ല. അത് അറിയാമല്ലോ. ബ്ലൗസിന് ഏത് ബ്ലൗസിനും നമുക്കില്ല, അങ്ങനെ ഇല്ല കേട്ടോ. അപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ബ്ലൗസ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇപ്പം ചിലരൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ എനിക്കറിയാം, ഞങ്ങൾ ബ്ലൗസ് എല്ലാ ആഴ്ചയിലും സെയിൽ ചെയ്യുന്നല്ലേ, എല്ലാ കളറും വാങ്ങിക്കും. പക്ഷെ അവർ പിന്നെ അടുത്ത വീഡിയോയ്ക്കും വാങ്ങിക്കും. ഞാൻ കറക്റ്റ്
കറക്റ്റായിട്ട് പറയുന്ന കാര്യമാണ്. എന്നുവെച്ചാൽ അത് നമ്മൾ വാങ്ങിച്ച് ഇത്രയും നമ്മൾ സ്വന്തമായിട്ടൊരു തുണി വാങ്ങിച്ച് ഇത്രയും പെർഫെക്ഷനോടെ തയ്ച്ച് കിട്ടണമെങ്കിൽ ഇതിൻ്റെ 3 ഇരട്ടി പൈസ 3 ഇരട്ടി കൊടുത്താലും പറ്റത്തില്ല എന്നേ പറയുള്ളൂ. ഇപ്പം ഈ റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ വന്നേക്കുന്ന നല്ല കാര്യമാണ്. പിന്നെ നമ്മുടെ ടൈലേഴ്സിനൊക്കെ അത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. പിന്നെ അത് എന്ത് വന്നാലും ഏത് കാര്യം വന്നാലും നമ്മൾ അതിജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.